മാനവന്മാർക്ക് വിത്തം പ്രമാണമത ധർമാദി മര്യാദകൾക്ക് ബലമൊന്നു തന്നെ അതാശ്രയം എന്ന് നടത്തി ദമ്പതിമാർക്കുരാഗം തന്നെ ധർമ്മമാം അൻപോടെ സ്ത്രീവശനായി വരും പുരുഷന്മാരെ വിഷയിപ്പതിനായി നാരികൾ നീളെ നടന്നു പെരുമാറും. നേരുമറച്ച് വ്യവഹാരമായി വരും ബ്രാഹ്മണ്യത്തിന്റെ ആശ്രയം പൂർണ്ണം ലിംഗമേവാശ്രമിക്കാതെ എന്നീ വൃത്തി എന്നതില്ല എന്നുറച്ച് മനുഷ്യൻ പിന്നെ അവൃത്തിയാൽ ന്യായം അന്യായേന നന്നായി ദുർബലമാകും. കലിയുഗ ഹരേ അതിവാക്കു നന്നായി പറയുന്നവൻ തന്നെ അതിവിദ്വാൻ എന്ന് മാനിച്ചിടും മാനുഷർ. ശ്രേഷ്ഠതയില്ലാത്തത് തന്നെ സാധുത്വം ശ്രേഷ്ഠമാം യജ്ഞങ്ങൾ സ്വീകരിക്കും. മതമെല്ലാമേ ഡംഭിനായി കൊണ്ട് നടിച്ചു പോകും. എല്ലാത്തിലും പ്രധാനവും സ്നാനം എന്നതും പിന്നെ തീർത്ഥാടനാദികൾ മാനത്തിനായും ഉദരം ഭരിപ്പാനും സത്യം എന്നുള്ളത് ഹന്തധാർഷ്ട്യം തന്നെ വർണ്ണഭേദങ്ങളില്ല എന്ന് നടിപ്പാനായി നന്നായി ജഡമുണ്ട് പാടിയും നീട്ടുന്നു. സൗന്ദര്യം എന്നത് കേശത്തെ നീട്ടിയാൽ എന്നുറച്ച് ആയത് ചെയ്ത് നടക്കുന്നു. പിന്നെയും തൻ കുടുംബത്തെ പരിപാലനങ്ങളിലേക്ക് ധാർഷ്ട്യത്തിനായി കൊണ്ട് കള്ളമോടെ യശസ്സിനുമായ ധർമ്മങ്ങളുള്ള വണ്ണം ചെയ്തിരു എന്നുള്ള ധാർഷ്ട്യവും ഇങ്ങനെ എല്ലാമേ ചെയ്യുന്ന ഭൂമിയിൽ മംഗളമില്ലാതെ ദുഷ്ടർക്ക് അലിയെങ്കിൽ ലോകപ്രജകളാ 4 വർണ്ണങ്ങളും ആകവേ രാജാക്കൾ തന്റെ ഉപദ്രവാൽ രസുക്കൾ പോലെ രസുക്കൾ ഉപദ്രവാൽ ചിത്തേന്ദ്രവാരകന്മാർ സമസ്തരും പുത്ര കളത്രമിത്രങ്ങൾ മുതലായിട്ട് എത്രയും തമ്മിൽ കലഹമായി താന്തരായി പത്തനം തമ്മിൽ നിൽപ്പാൻ കഴിവില്ലാതെ വിത്തത്തിൽ ദുഃഖിതനായൊക്കെ വേർപെട്ട് കാരണം ബുക്കുവസിക്കുകയും ചെയ്തിരും. കാനനേശാകമൂലാദീമാംസങ്ങളും ക്ഷൗദ്രബലപുഷ്പം എന്നിവ ഭക്ഷിക്കും. വൃഷ്ടിയിലാകയാൽ ദുർഭിക്ഷപീഡയും ശീതവാതാതപഗ്രീഷ്മഹിമങ്ങളാൽ ജലസി എഴുതരാം ഭൂവിവാസികൾ ക്ഷുത്തിനാൽ വ്യാധിയാൽ നിത്യം തപിച്ചിടും. ചിത്തചലിതരായി 30-20 വർഷമേ ആയുസുണ്ടാകും മനുഷ്യർക്ക്. ഈ വകയെല്ലാം കലിയെങ്കിൽ മന്നവാ ദേഹങ്ങളെ ക്ഷയം വേഗം ദേഹമേറ്റം കൃശമായി ഭവിച്ചതും മോഹങ്ങൾ എത്രയും മേലെ വസിക്കുകയും വർണ്ണാശ്രമാചാരമൊക്കെയും നഷ്ടമായി സന്മാർഗ വേദങ്ങൾ ഭാഷണ്ടികളാലെ വാദിച്ചു നാസ്തിയായി പാഷണ്ഡരായി വരും. വേദിയന്മാർക്ക് വർണ്ണാചാരവുമില്ല. ധർമ്മങ്ങളെല്ലാമേ കള്ളമായി വന്നിടും. നിർമ്മലമെന്നിയ രസിക്കൽ പോലെ ജനം ശൗര്യം നടിച്ചു. ജന്തുക്കൾ തന്നെ വൃഥാകാര്യമെന്നിയ അസത്യച്ചയാ ഹിംസിക്കും. വർണ്ണങ്ങളെല്ലാമേ ശൂദ്രസമമാകും. നിർണയമില്ലാതെ ജന്തുക്കൾ പോലെയാം. ആടുകൾ പോലെ പശുക്കൾ സമസ്തവും. വീടുകൾ അങ്ങാടി പോലെ തന്നെ വരും. ബന്ധുക്കൾ അഗ്നി പോലെ ഔഷധം സൂക്ഷ്മമാം. അന്ധതയാൽ മകൾ പത്നിക്ക് തുല്യമാകും. വിദ്യുത്ത് വർദ്ധിക്കും വേഗത്തിലൊക്കെയും. വിദ്യുത്തും സർവം മറിയുന്നുവെന്നവർ ഭേഷ്മങ്ങളെല്ലാം ശൂന്യമായി വന്നിടും. ഭേഷ്മത്തിലൊക്കെ കരിയാൽ കലഹമാം. കാലം കലിയുകയെ സർവജനത്തിനും ശീലമൊക്കെ കലിധർമ്മം എന്നേ വേണ്ടു.
അങ്ങനെയെല്ലാം ഇരിക്കുന്നവരെ ഇങ്ങനെയെല്ലാം ഇരിക്കും കലിയുകയെ മംഗളധർമ്മത്തെ രക്ഷിച്ചുകൊള്ളുവാൻ മന്നിയുടെ സാധുക്കൾ നമ്മെ രക്ഷിപ്പാനും എങ്ങും നിറഞ്ഞു ചരാചരദേശകനായ ജഗൽപതിയായി ഈശ്വരായി ഏകാത്മകൻ അഖിലാത്മപരാകിയ നാരായണൻ ഭഗവാൻ വിഷ്ണു ശാശ്വതൻ പാരി ശമ്പളാക്യമായ ഗ്രാമത്തിങ്കിൽ എത്രയും മുഖ്യനായി ഏറ്റവും മഹാത്മാവായി ഉത്തമനായി വിഷ്ണു യശോന്തിചന്ദ്രനുടെ പുത്രനായി വിഷ്ണു യശോയൂതം പന്നവതീർണനം കൽക്കി എന്നാഖ്യാം ദേവദേവനം നാരായണം പിന്നെ കേവലം തന്നെ അണിവാരി സിദ്ധിയായുധം സാക്ഷാൽ ജഗൽപതിയേശ്വാസനായി സാക്ഷിഭൂതനായ അശ്വത്തിലേറി അസീമായി എതിര് തല്ലങ്ങേറിയ ദുഷ്ടനെ ചന്തു വരുത്തുന്നു രാജരൂപം കൊണ്ട് ദുഷ്ടദശുക്കളെ ആദിനാഥം കനിക്കുന്നു ചോവയം ദശുക്കളെയും അനേകം നശിപ്പിച്ച് വാസുദേവ പ്രസന്നാത്മാവനായി കൊണ്ട് പൗരജനത്തിന് നാരായണം പാരമാനന്ദാരാഗാദിപുണ്യ ഗന്ധങ്ങൾ കൊടുത്തു ആയതിൽ സ്പർശത്താൽ ഗന്ധവായുക്കളാൽ ലേപനത്തിനാൽ തദ്വിശേഷത്താൽ തർപ്രഭ കൊണ്ടുമായി ദശുക്കളെയൊക്കെ നാശം ഭവിപ്പിച്ചു പിന്നെ വഴി പോലെ വഴി